ശോഭ കിടക്കത്തില്ല, ഒരു ശോഭയും കിടക്കത്തില്ല. ശോഭന ഉൾപ്പെടെ വരുന്നുണ്ട്, ശോഭന വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മളിപ്പോ അതൊക്കെ അതിന്റെ വഴിക്ക് വഴിയെ പോകണം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമ്മളിപ്പോ ഒരു കേസ് തന്നെ വിളിച്ചു, ഭയങ്കരമായ ഒരു പരിപാടി നടക്കുകയല്ലേ. ആ പരിപാടിക്കകത്ത് അങ്ങനെയുള്ളവരുണ്ട്, അതിന്റെ കാര്യം അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ആരുടെ പേരിലെ കേസുള്ളു? ഇപ്പൊ ആരുടെ പേരിലെ കേസുള്ളു? ഇപ്പൊ ആരുടെ പേരിലും കേസുണ്ടോ? നമ്മൾ ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് കയറി കലക്കം. അതെനിക്കറിയാമോ, അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരും. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ എന്റെ വിഷയമല്ലേ. ഞങ്ങൾ വിളിച്ചേക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ആ പ്രൊഡ്യൂസേഴ്സിൽ വരുന്ന അവരുടെ ഒരു സംഘടനയുണ്ട്. അവർ പറയുകയാണ് അവരുടെ പ്രൊഡ്യൂസേഴ്സ് 10 പേര് വരും. ആ 10 പേരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്ന ആൾ ഇവിടെ വരുമ്പോൾ കൈക്ക് പിടിച്ചിട്ട് താനെ കൊണ്ട് മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റും? ആ സ്ത്രീ സുരക്ഷ അങ്ങനെ ചോദിച്ചാൽ നന്നായി. ആളിന്റെ പേര് അങ്ങനെ ചോദിച്ചാൽ നന്നാവും. ഞങ്ങൾ അവരോട് പറയാം, പിന്നെ ഈ സംഘടനകളോട് പറയാം, ഇങ്ങനെ ചില ആളുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയാം. അല്ലല്ല, അത് ഞങ്ങൾ നിങ്ങൾ ചോദിച്ചോണ്ട് പറയാം. അല്ല, ഞങ്ങളിപ്പോ ആളുകളെ വ്യക്തിപരമായിട്ടല്ല സെലക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംവിധായകരുടെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററുകളുടെ സംഘടനയുണ്ട്. ഞങ്ങൾ അവർക്കൊരു നമ്പർ കൊടുക്കും. നിങ്ങളുടെ സംഘടന പ്രതികരിച്ച് 10-15 ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കണം. മനസ്സിലായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ മേഖലയിൽ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ആളുകൾ, അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ. ഞങ്ങൾ അവരിൽ വേട്ടക്കാരനും ഇങ്ങനെയുള്ള ആളുകളൊന്നും വരില്ല. മറ്റേതിനകത്ത് ആരും വന്ന് കയറിപ്പോയാൽ അന്നേരം നമുക്ക് ആലോചിക്കാം. ഞങ്ങളിപ്പോ ആന്റെ പേര് പറഞ്ഞു വിളിക്കാൻ പറ്റും, അത് വരട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ലിസ്റ്റ് തരട്ടെ. ലിസ്റ്റ് തരുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നമുക്കന്നേരം ആലോചിക്കാം അതിനെക്കുറിച്ച്. ഇപ്പം നമ്മൾ ആ പ്രശ്നമല്ല, ഇപ്പം നമ്മുടെ കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ചകൊണ്ടിരിക്കുന്നത്. മറ്റേതൊക്കെ അതിന്റെ ഒരു സബ്സിഡി സബ്ജക്റ്റ്, അതൊക്കെ വിട്ടേക്കാം. ശോഭ കിടക്കത്തില്ല, ഒരു ശോഭയും കിടക്കത്തില്ല. ശോഭന ഉൾപ്പെടെ വരുന്നുണ്ട്, ശോഭന വരുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോ മോഹൻലാല് വരും എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. സിനിമ നടിയായിട്ടുള്ള ഷീല വരുമെന്ന് ഉറപ്പുണ്ട്. കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല. മമ്മൂക്കായ്ക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കൊടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. കമലഹാസനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്, കുറെ ആളുകൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സെക്ടറിലെയും അനുഭവമുള്ളവർ വരിക എന്നുള്ളത്. അപ്പോൾ അടൂർ സാറ്, ശിവകുമാരൻ തമ്പി സാറ്, ഓരോ സെക്ടറിലും ഇന്ന് കേരളത്തിൽ പരിണിതപ്രജ്ഞരായ ഒത്തിരി ആളുണ്ട്. അവരെല്ലാം കൂടി വന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ വരാൻ കഴിയുന്ന ആളുകൾ, എല്ലാവർക്കും സമയം ഉണ്ടാകണമെന്നില്ലല്ലോ, ഒരു 10-500 ഡെലിഗേറ്റ്സ് എന്തായാലും ഉണ്ടാവും. പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ പലരും വരുന്നുണ്ട്, അനുഭവമുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട്, TV ചന്ദ്രനെ പോലുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ പല ആളുകളെ പല വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് നമ്മൾ ഈ കോൺക്ലേവ് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം നമ്മുടെ എല്ലാ സംഘടനകളുമായിട്ട് ചർച്ച നടത്തി. ഷാജിൻ ഖാൻ സാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവരോട് ചർച്ച നടത്തി, അവരുടെ എല്ലാ അഭിപ്രായം കേട്ടു, ഒരു പിന്നെ രൂപരേഖ തയ്യാറാക്കി. അത് അന്തിമമാക്കാൻ വേണ്ടിയാണ്, ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺക്ലേവ് നടത്തുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം, അതാണ് ഞാൻ പറഞ്ഞത്, 9 സെക്ഷനിലൂടെ ഒരു 10-40 വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയുടെ അന്തിമ വിശകലനത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന, എല്ലാവർക്കും യോജിച്ച, ആ വാക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരും യോജിച്ച തലത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളിക്കുന്ന